ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ നല്ലൊരു പ്രഭാതം അല്ലെ, വെരി ഗുഡ് മോർണിംഗ്, നല്ലൊരു പ്രഭാതം, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ 5 AM ക്ലബിന്റെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ഇരിക്കുന്നു, നിങ്ങളുടെ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു ചൂട് പിടിച്ച പഠനത്തിന്റെ ആ ഒരു വഴിയിലായിരിക്കും എന്നറിയാം. കാര്യം നമ്മുടെ ഏറ്റവും പ്രമാദമായിട്ടുള്ള പരീക്ഷകൾ, അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പരീക്ഷകളുടെ ഒക്കെ കൺഫർമേഷൻ തീയതി വന്നു, എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യപ്പെട്ടു, പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ചൂട് പിടിച്ച പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ഭാഗത്ത് ആളുകൾ പഠിക്കാതെ ഇപ്പോഴും മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നവരുണ്ടാകും. അപ്പോൾ അവരോടും കൂടി അവർക്കൂടുള്ളൊരു വേക്കപ്പ് കോളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ലഭിക്കാത്ത ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ സമയമാണ്. അപ്പൊ കിട്ടുന്ന സമയം നന്നായിട്ട് പഠിക്കാൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് നമുക്ക് നമ്മൾ വെർത്താണ്, നമ്മൾ ജീവിച്ചത്, നമ്മുടെ സമയം നമ്മൾ ചെലവാക്കിയത് വെർത്താണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ സമയങ്ങളൊന്നും പാഴായി പോവാതിരിക്കട്ടെ, നമ്മുടെ എഫേർട്ടുകളൊന്നും ലക്ഷ്യത്തിലെത്താതെ നിരാശരായി നമുക്ക് മടങ്ങാൻ കഴിയാതായി ഇരിക്കട്ടെ, നമ്മൾ ചെയ്യുന്നതൊക്കെ നന്നായി തന്നെ വരട്ടെ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസവും ആരംഭിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. എടാ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പല പരീക്ഷകളിലും ചോദിച്ച് കാണാറുള്ള ഒരു ടോപ്പിക്, അത് നമുക്ക് പലർക്കും കൺഫ്യൂസിങ് ആണ്, ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലാത്തതായിരിക്കും. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, സംശയങ്ങൾ ഉള്ളവർക്കും സംശയങ്ങൾ ഇല്ലാത്തവർക്കും, ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അവർക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്ത് ഒന്ന് ക്ലാരിറ്റി വരുത്തി ഒന്ന് ക്ലിയർ ആക്കി ടോപ്പിക്കിനെ, ആ ഒരു കോൺസെപ്റ്റിനെ ക്ലിയർ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ചോദ്യത്തിലൂടെയാണ് നിങ്ങളെ ഞാൻ ആ ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ മേയനാമത്തിന് ഉദാഹരണം ഏതാണ്? മേയനാമം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലർക്കൊക്കെ അറിയാമായിരിക്കും ഈ സംഭവം എന്ന് പറയുന്നത് മേയനാമം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മേയനാമമാണ് നമ്മുടെ കോൺസെപ്റ്റ് അതാണെന്ന് മനസ്സിലായി. അപ്പൊ ഏതായിരിക്കും മേയനാമത്തിന് ഉദാഹരണം എന്നാ ചോദിച്ചേക്കുന്നത്? മഞ്ഞാണോ, യമുനയാണോ, ഹിമാലയമാണോ, കുട്ടികൾ എന്നുള്ളതാണോ? ഏതായിരിക്കും മേയനാമത്തിന് ഉദാഹരണം? അപ്പൊ ഉദാഹരണത്തിന് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മേയനാമം എന്താണെന്ന് അറിയണം അല്ലെ. അപ്പോൾ മേയനാമത്തിന് ഉദാഹരണം എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കോൺസെപ്റ്റിലേക്ക് പോകാം അല്ലെ. ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് ആ കോൺസെപ്റ്റിലേക്ക് പോകാം. എപ്പോഴും നല്ലൊരു പഠന രീതി എന്ന് പറയുന്നത് ഉദാഹരണങ്ങളിൽ നിന്ന് ആശയങ്ങളിലേക്ക് പോകുന്നതാണ് കേട്ടോ. നമുക്ക് കുറെ കൂടി എല്ലാവിധ ആളുകൾക്കും, ഇപ്പോൾ നമ്മുടെ IQ ലെവൽ പലർക്കും പലതായിരിക്കും, നമ്മുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി പലർക്കും പലതായിരിക്കും. അപ്പൊ എല്ലാവിധ ആളുകൾക്കും കുറച്ചും കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നത് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ആശയത്തിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മഞ്ഞാണ്. ഓക്കെ, മഞ്ഞ എന്നുള്ളതാണ് മേയനാമത്തിന് ഉദാഹരണം. ഓക്കെ, അപ്പൊ എന്താണ് മേയനാമം എന്നറിയണം. മേയനാമം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നാമം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എടാ, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നാമത്തിന്റെ ഒരു ഉപവിഭാഗമാണ്, എന്തൊരു സബ് ഡിവിഷൻ ആണ് അല്ലെ, ഒരു കാറ്റഗറിയാണ് മേയനാമം എന്ന് പറയുന്നത്. അപ്പൊ നാമം എന്താണെന്ന് അറിയണം. ഓക്കെ, അതിനു മുൻപ് നിങ്ങളെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി പോവാണ്. എടാ, വാചകം അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ പറയാം ശബ്ദം. എന്തേ ശബ്ദം എന്ന് പറഞ്ഞാല്? നമ്മൾ കേൾക്കുന്നതെല്ലാം ശബ്ദമാണെന്ന് നമുക്ക് പറയാം അല്ലെ. കേൾക്കുന്നതെല്ലാം ശബ്ദമാണ്. ഈ ശബ്ദം എന്ന് പറയുമ്പോൾ അർത്ഥമുള്ളതും കാണാം, അർത്ഥമില്ലാത്തതും കാണാം. ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ ശബ്ദമാണ് ആണല്ലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ട് ആണല്ലോ. പക്ഷേ ഞാൻ ഇവിടുന്ന് നിലവിളിക്കുകയാണ്, ഞാനൊന്ന് നിലവിളിക്കുകയാണ്. ആ നിലവിളി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല അല്ലെ. നമ്മൾ അത്ഭുതം കൊണ്ടോ സന്തോഷം കൊണ്ടോ പേടിപ്പെട്ടിട്ടോ ഒക്കെ നമ്മൾ നിലവിളിക്കാറുണ്ട് അല്ലെ. അപ്പോ ശബ്ദം എന്ന് പറയുമ്പോൾ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്ന വിധവുമുണ്ട്, എന്നാൽ അർത്ഥം മനസ്സിലാക്കി തരാത്ത ശബ്ദങ്ങളുമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ശബ്ദം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ, നമ്മൾ കേൾക്കുന്നത് എന്തും ശബ്ദമാണ് അല്ലെ, ശബ്ദം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെ? വാചകമെന്നും, എന്തൊക്കെയാടാ? വാചകമെന്നും അതേപോലെ തന്നെ ദ്യോതകമെന്നും. എന്തൊക്കെയാണ്? വാചകമെന്നും
ദ്യോതകം എന്നും ശബ്ദത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോ വാചകം എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളവയാണ്. ശബ്ദം രണ്ട് തരത്തിലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ? അർത്ഥമുള്ളതും അർത്ഥമില്ലാത്തതും. അപ്പൊ അർത്ഥമുള്ള ശബ്ദങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? വാചകം എന്ന് പറയുന്നത്. അപ്പൊ ദ്യോതകം എന്തായിരിക്കും? അർത്ഥമില്ലാത്ത ശബ്ദങ്ങളായിരിക്കും. ഓക്കെ, അപ്പം ഈ അർത്ഥമുള്ള വാചകങ്ങളെ നമുക്ക് വീണ്ടും തിരിക്കാം. എങ്ങനൊക്കെ? നാമമെന്നും അതേപോലെ തന്നെ ക്രിയയെന്നും ഭേദകമെന്നും. ഓക്കെ, അർത്ഥമുള്ള വാചകത്തെ നമുക്ക് എങ്ങനെ തിരിക്കാം? നാമമെന്നും ക്രിയയെന്നും ഭേദകമെന്നും നമുക്ക് തിരിക്കാം. അപ്പൊ നാമം എവിടെയാ കിടക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ശബ്ദം, ശബ്ദത്തെ നമ്മൾ അർത്ഥമുള്ള വാചകങ്ങളെന്നും അർത്ഥമില്ലാത്ത ദ്യോതകങ്ങളെന്നും തിരിക്കും. ഇനി ആ വാചകത്തെ നമ്മൾ നാമമെന്നും ക്രിയയെന്നും ഭേദകമെന്നും തിരിക്കും. അപ്പൊ ആദ്യം നാമം അവിടെ നിൽക്കട്ടെ, ക്രിയയും ഭേദകവും എന്താണെന്നൊന്ന് പറയാം. കാര്യം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നാമത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ക്രിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന, ഒരു ആക്ഷനെ കുറിക്കുന്ന വേർഡ്സിനെയാണ്, വാക്കുകളെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിലെ വെർബ്. ഓക്കെ, ഭേദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷണങ്ങളാണ്. അഡ്ജക്റ്റീവ്സിനും അഡ്വേർബിനും ഒക്കെ പകരം പറയുന്നതാണ് ഭേദകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ വിശേഷണ ശബ്ദങ്ങളാണ് ഭേദകങ്ങൾ. ഒരു ക്രിയ, ഒരു കൃതി അല്ലെങ്കിൽ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ആളാണ് ക്രിയ എന്ന് പറയുന്നത്. ക്രിയയെ നമ്മൾ കൃതി എന്നും പറയാറുണ്ട് കേട്ടോ. ക്രിയയെ നമ്മൾ കൃതി എന്നും പറയാറുണ്ട്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നാമത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എടാ, നാമം എന്ന് പറഞ്ഞാൽ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. പേരായ ശബ്ദമാണ് നാമം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? നൗൺ എന്ന് പറയും. എന്ത് പറയും? നൗൺ എന്ന് പറയും. അതായത് പേരിനെ കുറിക്കുന്നത് എന്തിന്റെ ആയിക്കോട്ടെ, ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു പുഴയുടെയോ കെട്ടിടത്തിന്റെയോ എന്തിന്റെയും ആയിക്കോട്ടെ, എന്തിന്റെയും പേരാണ്, നാമമാണ്, നെയ്മാണ് എന്ത് എന്ന് പറയുന്നത്? നാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ നാമത്തെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കും. എങ്ങനെയൊക്കെയാണെന്നറിയാമോ? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. നാമത്തെ നമ്മൾ ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കും. എന്താണ് ദ്രവ്യനാമം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ വസ്തുക്കളുടെ പേരാണ് ദ്രവ്യനാമം. ജീവൻ ഇല്ലാത്തതോ ജീവൻ ഉള്ളതോ ആയിട്ടുള്ള വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ ഒക്കെ പേരുകളായിരിക്കും ദ്രവ്യനാമം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുണനാമം എന്താണ്? ഒരു ഗുണത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം, അല്ലെ? ഇപ്പൊ മിടുക്കനായ ഒരു വ്യക്തി കാണിക്കുന്ന ആ ഒരു ഗുണമാണ് മിടുക്ക് എന്ന് പറയുന്നത്. അതേപോലെ അഴക്, നന്മ, സാമർത്ഥ്യം, തന്റേടം തുടങ്ങിയിട്ടുള്ളവയെല്ലാം ഗുണനാമങ്ങളാണ്. ഒരു ഗുണത്തെ കാണിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പൊ ക്രിയാനാമം എന്താണ്? ക്രിയയുടെ പേരാണ്. എടാ നോക്കിക്കേ, ഇവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, അല്ലെ? ഒരു വെർബാണ്. അതിന്റെ ക്രിയാനാമമാണ് പഠിപ്പ് അല്ലെങ്കിൽ പഠിത്തം എന്നൊക്കെ നമുക്ക് പറയാം. നടക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. അതിന്റെ ക്രിയാനാമമാണ് നടത്തം എന്ന് പറയുന്നത്. അപ്പൊ ഓടുക എന്ന് പറയുന്നത് ഒരു ക്രിയയല്ലേ? ഓടുക എന്ന് പറയുന്ന ക്രിയയുടെ നാമമാണ് ഓട്ടം. ചാടുക എന്നുള്ള ക്രിയയുടെ നാമമാണ് ചാട്ടം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, ക്രിയയുടെ പേരാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. അപ്പൊ നാമം പേരാണ്. നാമത്തെ പ്രധാനമായിട്ട് നമ്മൾ മൂന്നായിട്ട് തിരിക്കും. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ദ്രവ്യനാമം എന്ന് പറയുമ്പോൾ ജീവനുള്ളതോ ഇല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള വസ്തുക്കളുടെ പേരുകളാണ്. ഗുണനാമം എന്ന് പറയുമ്പോൾ ഒരു ഗുണത്തെ കുറിക്കുന്ന ശബ്ദമാണ്. ക്രിയാനാമം എന്ന് പറയുമ്പോൾ ഒരു ക്രിയയുടെ പേരായ ശബ്ദവും കൂടിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നമ്മുടെ ദ്രവ്യനാമം ഉണ്ടല്ലോ. എന്തായിരുന്നു ദ്രവ്യനാമം എന്ന് പറയുന്നത്? ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള വസ്തുക്കളുടെ പേരാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഈ ദ്രവ്യനാമത്തെ നമ്മൾ 5 ആയിട്ട് തിരിക്കും. ഓക്കെ, ദ്രവ്യനാമത്തെ നമ്മൾ വീണ്ടും 5 ആയിട്ട് തിരിക്കും. ഏതൊക്കെയാണ്? 1 സംജ്ഞാനാമം, 2 സാമാന്യനാമം, 3 മേയനാമം, 4 സർവനാമം, 5 സമൂഹനാമം. അപ്പോ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ 5 ആയിട്ട് തിരിക്കും. എങ്ങനെയൊക്കെ? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം, സമൂഹനാമം. ഇനി ഇത് 5ഉം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മുടെ ചോദ്യത്തിൽ വന്ന മേയനാമം കിടക്കുന്നത്, അല്ലെ? അപ്പൊ നോക്കിക്കേ,
ആദ്യത്തേതാണ് സംജ്ഞാനാമം. ഒരു പ്രത്യേകമായിട്ടുള്ള വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ കെട്ടിടത്തിന്റെയോ ഒക്കെ പേരാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയും. എന്ത് പറയും? പ്രോപ്പർ നൗൺ എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയും. അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ, ഇപ്പോ ഒരു പ്രത്യേക വ്യക്തി എന്ന് പറയാണ്. ഇപ്പോ മോഹൻലാൽ എന്ന് നമ്മൾ പറയാണ്. മോഹൻലാൽ ഒരു പ്രത്യേക വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന്റെ പേരല്ല അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രത്യേക വ്യക്തിയാണ്. മമ്മൂട്ടി ഒരു പ്രത്യേക വ്യക്തിയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു പ്രത്യേക വ്യക്തിയാണ്, ആണല്ലോ. അപ്പൊ ഒരു പ്രത്യേക വ്യക്തിയുടെ പേരാണ് എന്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനി ഒരു പ്രത്യേക കെട്ടിടമായിക്കോട്ടെ, താജ്മഹൽ ഒരു പ്രത്യേക കെട്ടിടമാണ്, അല്ലെ? പിസയിലെ ചരിഞ്ഞ ഗോപുരം ഒരു പ്രത്യേക കെട്ടിടമാണ്. വൈറ്റ് ഹൗസ് ഒരു പ്രത്യേക കെട്ടിടമാണ്. അപ്പൊ അതെന്താണ്? സംജ്ഞാനാമമാണ്. അല്ലെങ്കിൽ ഒരു നദിയുടെ പേര്, ഗംഗ ഒരു നദിയാണ്. അല്ലെങ്കിൽ യമുന ഒരു നദിയാണ്. അല്ലെങ്കിൽ ഒരു പർവ്വതത്തിന്റെ, ഒരു കുന്നിന്റെ പേര്, അല്ലെങ്കിൽ ഒരു മലനിരകളുടെ പേര്, ഹിമാലയം, അല്ലെങ്കിൽ ആൽപ്സ് പർവ്വത നിരകള്, ഇതൊക്കെ എന്താണ്? എന്തിന്റെ ആയിക്കോട്ടെ, അത് ജീവനുള്ളതോ ജീവൻ ഇല്ലാത്തതോ എങ്ങനെ ആയിക്കോട്ടെ, ഏതൊരു വസ്തുവിന്റെയും പേര് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംജ്ഞാനാമമാണ്. ഇപ്പൊ എന്റെ പേര് ഷിബിന എന്നാണ്, അത് സംജ്ഞാനാമമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് സംജ്ഞാനാമം ആയിരിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയും. എന്ത് പറയും? പ്രോപ്പർ നൗൺ എന്ന് പറയും, അല്ലെ? ഇതാ നോക്കിക്കേ, ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് സാമാന്യനാമം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണേ. സാമാന്യനാമത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ നൗൺ എന്നാ പറയുന്നത്. എന്ത് പറയും? കോമൺ നൗൺ എന്നാ പറയുന്നത്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തെയാണ് കുറിക്കുന്നത്. ഓക്കെ, ഒരു കോമൺ ആയിട്ട് ഒരു വിഭാഗത്തിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് കോമൺ നൗൺ അല്ലെങ്കിൽ സാമാന്യനാമം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മനുഷ്യൻ, അല്ലെ? സ്ത്രീയും പുരുഷനും എല്ലാം അതിനകത്ത് വരും. മൃഗങ്ങൾ വരും. കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെ? ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും. കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കുട്ടികൾ എന്ന് കോമൺ ആയിട്ട് പറയും. സ്ത്രീകൾ, പുരുഷന്മാർ, ഇല്ലേ? മരങ്ങൾ, അധ്യാപകർ എന്നൊക്കെ നമുക്ക് പറയാം. കോമൺ ആയിട്ട് പറയുന്ന, അല്ലെ? ഒരു കാറ്റഗറിയെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതിനെയാണ് കോമൺ നൗൺ അല്ലെങ്കിൽ സാമാന്യനാമം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കേ, മേയനാമം. നമ്മുടെ ചോദ്യത്തിൽ കണ്ടത്, ഇതിനെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അൺകൗണ്ടബിൾ നൗൺ എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാൻ കഴിയാത്തത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും നമുക്ക് പറയാനും കഴിയുന്നില്ല, അളക്കാനോ തൂക്കിയെടുക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ലാത്ത ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മള് മേയനാമം എന്ന് പറയുന്നത്. ഇപ്പൊ മഞ്ഞ്, വെള്ളം, മണ്ണ്, നമ്മുടെ സ്വർണം, ആകാശം, വായു തുടങ്ങിയവരെല്ലാം മേയനാമങ്ങളാണ്. നമുക്ക് അളന്നെടുക്കാനോ തൂക്കിയെടുക്കാനോ ഒന്നും പറ്റാതെ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളെയൊക്കെ നമുക്ക് എന്തു പറയാം? മേയനാമം, അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സംഭവമാണ് സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സംജ്ഞാനാമം പറഞ്ഞു, സാമാന്യനാമം പറഞ്ഞു, മേയനാമവും പറഞ്ഞു. ഇനി അടുത്തതാണ് സർവനാമം. ഈ സർവനാമത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് പ്രൊനൗൺ. എന്താണ്? പ്രൊനൗൺ. അതായത് എപ്പോഴും നാമപദത്തെ ആവർത്തിക്കേണ്ടി വരുന്ന സമയത്ത് അതിന് പകരമായിട്ട്, നാമപദത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവയാണ് സർവനാമം അല്ലെങ്കിൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പ്രൊനൗണുകൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നല്ലേ പറയുന്നത്. മലയാളത്തിലും അതുപോലെ തന്നെയാണ്. ഏതൊക്കെയാ? ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം എന്നിങ്ങനെ മൂന്നായിട്ടാണ് സർവനാമങ്ങളെ തിരിക്കാറുള്ളത്. അപ്പൊ സർവനാമം എന്ന് പറഞ്ഞാൽ എന്താടാ? പ്രൊനൗൺ ആണ്. പ്രൊനൗണിനെ, സർവനാമത്തെ മലയാളത്തിൽ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിലേതിന് സമാനമായിട്ട് തന്നെയാണ് കേട്ടോ. വക്താവിനെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ പറയുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഉത്തമ പുരുഷ സർവനാമം. ഇപ്പൊ ഞാൻ, എൻ്റെ, ഞങ്ങൾ, ഞങ്ങളുടെ എന്നൊക്കെ പറയില്ലേ? ഇംഗ്ലീഷിൽ ഇത് ഫസ്റ്റ് പേഴ്സൺ ആണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ അയ്യ, വി, അസ് തുടങ്ങിയിട്ടുള്ളവയല്ലേ. അപ്പൊ അതിന് പകരമായിട്ട് മലയാളത്തിലുള്ളത് ഉത്തമ പുരുഷ സർവനാമമാണ്. ഞാൻ, എൻ്റെ, ഞങ്ങൾ എന്നുള്ളവയാണ് ഉദാഹരണം, അല്ലെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് വക്താവ്, പറയുന്ന ആള്. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സില് വക്താവ്, പറയുന്ന ആള് ഞാനാണ്. അപ്പൊ ഞാനാണ് ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ അഥവാ ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
അടുത്തതാണ് സെക്കൻഡ് പേഴ്സൺ അഥവാ മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാവ്, അതായത് കേൾക്കുന്ന ആള്. ഇപ്പൊ നിങ്ങളാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇവിടുത്തെ മധ്യമ പുരുഷ സർവനാമം. അപ്പൊ നമ്മൾ അതിന് ഇംഗ്ലീഷില് യു, യുവേഴ്സ് എന്നൊക്കെയല്ലേ പറയുന്നത്. ഇവിടെയും നീ, നിന്റെ, നിങ്ങൾ തുടങ്ങിയവ തന്നെയാണ് മധ്യമ പുരുഷ സർവനാമം അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്രഥമ പുരുഷ സർവനാമം. വക്താവുമല്ല, ശ്രോതാവുമല്ല, മൂന്നാമതൊരു വ്യക്തി. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാനാണ് പഠിപ്പിക്കുന്നത്, ഞാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ആരാണ്? ഞാൻ പറയുന്ന ആളാണ്, വക്താവാണ്, അഥവാ ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ ആണ്, അഥവാ ഉത്തമ പുരുഷനാണ്, ആണല്ലോ. ഇനി നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്, ശ്രോതാക്കള് നിങ്ങളാണ്, കേൾക്കുന്നവര് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആരാണ്? സെക്കൻഡ് പേഴ്സൺ അഥവാ മധ്യമ പുരുഷനാണ്. ഇനി നമ്മൾ ആരെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മൂന്നാമതൊരു വ്യക്തി അഥവാ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഇവിടുത്തെ ആരാണ്? വക്താവുമല്ല, ശ്രോതാവുമല്ലാത്ത മൂന്നാമതൊരാളാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് പ്രഥമ പുരുഷൻ, തേർഡ് പേഴ്സൺ എന്ന് പറയാം. ഒരു കാര്യം കൂടെ പറയാം, പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രഥമ പുരുഷൻ തേർഡ് പേഴ്സൺ ആണ്, ഉത്തമ പുരുഷനാണ് ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത് മറന്നു പോവരുത്. അപ്പൊ നോക്കിക്കേ, ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സൺ ആയിട്ട് പറയുന്നത്. അതിന് സമാനമായിട്ട് മലയാളത്തിൽ അവൻ, അവൾ, അത് തുടങ്ങിയ, അവർ തുടങ്ങിയവയൊക്കെയാണ് തേർഡ് പേഴ്സൺ അഥവാ പ്രഥമ പുരുഷ സർവനാമമായിട്ട് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സംജ്ഞാനാമം പറഞ്ഞു, സാമാന്യനാമം പറഞ്ഞു, മേയനാമം പറഞ്ഞു, സർവനാമം പറഞ്ഞു. ഇനി ഒരു കാറ്റഗറിയും കൂടെ ഉണ്ടല്ലോ, അതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. എന്താണ് സമൂഹനാമം എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇംഗ്ലീഷില് കളക്റ്റീവ് നൗണ് പറയാറില്ലേടാ? കളക്റ്റീവ് നൗണ് ഇംഗ്ലീഷില് കളക്റ്റീവ് നൗണ് പറയാറില്ലേ? ഇംഗ്ലീഷിലെ കളക്റ്റീവ് നൗൺ ആണ് മലയാളത്തിലെ സമൂഹനാമം എന്ന് പറയുന്നത്. അതായത് ഇതും സാമാന്യനാമവും കൂടെ തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, ഓർത്തു വെക്കുക. ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞു തരുന്ന അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൂട്ടത്തെ പറയാനായിട്ട് നമ്മൾ ഒരു പ്രത്യേക പേര് പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് എന്താണ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും അല്ലെ. പൂക്കളുടെ കൂട്ടത്തിനെ നമ്മൾ ബൊക്കെ എന്നാ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ എ ബഞ്ച് ഓഫ് കീസ് എന്നാ പറയുന്നത്, താക്കോൽ കൂട്ടത്തെ ബഞ്ച് എന്നാ പറയാറുള്ളത് ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രൈഡ് ഓഫ് ലയൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു കൂട്ടത്തെ, ഗ്രൂപ്പിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നാമപദങ്ങളാണ് സമൂഹ നാമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ പറ്റം, നമ്മൾ ആട്ടിൻ പറ്റം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗണം എന്ന് പറയാം, കൂട്ടം, ആൾക്കൂട്ടം, ജനക്കൂട്ടം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യന്മാർ ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ ജനക്കൂട്ടം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോ പറ്റം, ഗണം, കൂട്ടം, അതേപോലെ തന്നെ ജാഥ, അതേപോലെ തന്നെ സഭ അല്ലെ, മന്ത്രിസഭ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതേപോലെ രാശി, നമ്മൾ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ പറയുന്ന സമയത്ത് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുക്കളുടെ ഒരു പ്രത്യേക കൂട്ടത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് സമൂഹനാമം, ഇംഗ്ലീഷിലെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നാമവിഭാഗം എന്ന് പറയുന്നത് അല്ലെ. നാമം എന്ന് പറഞ്ഞാൽ പേര്, നൗണ്, നെയിം എന്നൊക്കെ നമുക്കറിയാം. നാമത്തിനകത്ത് ഇത്രയും ഉൾപിരിവുകൾ ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. നാമം എന്ന് പറഞ്ഞാൽ പേരിനെ സൂചിപ്പിക്കുന്നതാണ്. നാമത്തെ നമ്മള് മൂന്നായിട്ട് തിരിച്ചു ഇല്ലേ. എങ്ങനെയൊക്കെയാണ്? ദ്രവ്യനാമം ഇല്ലേ, ദ്രവ്യനാമം, അതേപോലെ ക്രിയാനാമം, അതേപോലെ ഗുണനാമം എന്ന് നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ 5 ആയിട്ട് തിരിച്ചു ഇല്ലേ. ദ്രവ്യനാമത്തെ നമ്മൾ വീണ്ടും 5 ആയിട്ട് തിരിച്ചു. എങ്ങനെയൊക്കെയായിരുന്നടാ തിരിച്ചത്? സംജ്ഞാനാമം ഇല്ലേ, സംജ്ഞാനാമം, അതേപോലെ തന്നെ സാമാന്യനാമം, പിന്നെയോ മേയനാമം, സർവനാമം, അതേപോലെ തന്നെ സമൂഹനാമം എന്നിങ്ങനെ നമ്മൾ 5 ആയിട്ട് തിരിച്ചു. അതിൽ സർവനാമത്തെ വീണ്ടും നമ്മൾ 3 ആയിട്ട് തിരിച്ചു. എങ്ങനെയൊക്കെ? ഉത്തമ പുരുഷൻ അല്ലെ, ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, അതേപോലെ തന്നെ പ്രഥമ പുരുഷൻ എന്നിങ്ങനെ നമ്മൾ തിരിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ ഇത്രയുമാണ് നാമവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നാമവിഭാഗം ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നാമം പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് അല്ലെ. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്നിങ്ങനെ നമ്മൾ 3 ആയിട്ട് തിരിക്കും. ജീവൻ ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള വസ്തുക്കളുടെ പേരാണ് ദ്രവ്യനാമം, ക്രിയയുടെ പേരാണ് ക്രിയാനാമം, ഗുണത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം. ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ സംജ്ഞാനാമം,
സാമാന്യനാമം, മേയനാമം, സർവനാമം, സമൂഹനാമം എന്നിങ്ങനെ തിരിക്കും. ഒരു പ്രത്യേക വസ്തുവിന്റെയോ വ്യക്തിയുടെയോ ഒക്കെ പേരാണെങ്കിൽ സംജ്ഞാനാമമാണ് അല്ലെ, നമ്മുടെ പ്രോപ്പർ നൗൺ ആണ്. ഇനി കോമൺ ആയിട്ട് പറയുന്ന പേരുകളാണെങ്കിൽ സാമാന്യനാമം കോമൺ നൗൺ ആണ്. ഇനി നമുക്ക് അളക്കാനോ കുറിക്കാനോ ഒന്നും കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് മേയനാമമാണ്. പിന്നെയോ നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം പ്രൊനൗൺ എന്ന് പറയുന്നത്. അത് 3 തരമാണ്. ഉത്തമ പുരുഷൻ പറയുന്ന ആള്, മധ്യമ പുരുഷൻ കേൾക്കുന്ന ആള്, പ്രഥമ പുരുഷൻ മൂന്നാമത്തെ വ്യക്തി അല്ലെ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് നൗൺ ആണ്. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടത്തെ പറയാനായിട്ട് സൂചിപ്പിക്കുന്നതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് മലയാളത്തില് നാമവിഭാഗം എന്ന് പറയുന്നത്. അപ്പോ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പല പരീക്ഷകൾക്കും ചോദിക്കും അല്ലെ, പല പരീക്ഷകൾക്കും ചോദിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പൊ അത് ക്ലിയർ ആയി, ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നാമം എന്താണ്, നാമവിഭാഗം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ അല്ലെ, നമ്മുടെ പഠനം ഇങ്ങനെ തുടങ്ങാം. ഈ 5 മണി സമയത്ത് നിങ്ങൾ വന്നിരുന്ന ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു പഠനം ചിലപ്പോൾ തുടങ്ങാൻ അല്ലെ, നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ പഠനം തുടങ്ങാൻ പോകുന്നതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഉഷാറായിട്ട് തന്നെ തുടങ്ങാൻ പറ്റട്ടെ. ഈ ഒരു ചെറിയ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്, ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോകാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ രാവിലെ പഠിച്ചാൽ നന്നായിട്ട് പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇന്നത്തെ പഠനം മുന്നോട്ട് പോകട്ടെ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം, ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നിൽ കണ്ടുവച്ചിരിക്കുന്ന എല്ലാ ടാസ്കുകളും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ, നന്മകളൊക്കെ വന്നു ചേരട്ടെ. അടുത്തൊരു സെഷനിൽ, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു.